മൺകുടങ്ങൾ. ഒരിക്കലൊരിടത്ത് ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ലവനും അധ്വാനിയുമായിരുന്നു. അദ്ദേഹത്തിന് വെള്ളം കോരാൻ 2 മൺകുടങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം പുഴയിൽ പോയി ഈ 2 മൺകുടങ്ങളിലും വെള്ളം നിറച്ച് വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം വെള്ളം കോരുന്നതിനിടയിൽ ഒരു മൺകുടം പൊട്ടി അതിന് വിള്ളലുണ്ടായി. അതിനുശേഷം ഈ കൃഷിക്കാരൻ കോരിയെടുക്കുന്ന വെള്ളം മുഴുവൻ ഈ പൊട്ടിയ കുടത്തിന്റെ വിള്ളലിൽ കൂടെ പോകുമായിരുന്നു. വീട്ടിലെത്തുമ്പോ വെറും 1/2 കുടം വെള്ളം മാത്രമേ മിച്ചമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പൊട്ടാത്ത മൺകുടം ഈ പൊട്ടിയ കുടത്തിനെ എപ്പോഴും കളിയാക്കുമായിരുന്നു. ആഹാ, നീ പൊട്ടിയതാണ്, നിന്നെ കൊണ്ട് യജമാനന് ഒരു ഉപകാരവും ഇല്ല. അധികം വൈകാതെ യജമാനൻ നിന്നെ കളയും. എന്നെ കൊണ്ടാണ് യജമാനന് കൂടുതൽ ഉപകാരം. ഹാ. അപ്പോൾ ഈ പൊട്ടിയ കുടത്തിന് ഒരുപാട് സങ്കടം വന്നു. പക്ഷേ ആ പൊട്ടിയ കുടത്തെ കൃഷിക്കാരൻ കളഞ്ഞില്ല. ഒരുപാട് നാൾ വീണ്ടും അതിൽ തന്നെ വെള്ളം കോരുമായിരുന്നു. ഒരു ദിവസം കൃഷിക്കാരൻ വെള്ളം കോരിക്കൊണ്ട് പോകുമ്പോൾ പൊട്ടിയ കുട അദ്ദേഹത്തിനോട് പറഞ്ഞു, യജമാനനെ, എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലല്ലോ. നിങ്ങൾ കോരുന്ന പകുതി വെള്ളവും ഞാൻ പാഴാക്കി കളയാണ്. എന്നെ കളഞ്ഞിട്ട് പുതിയൊരെണ്ണം വാങ്ങിയാലും. ഇത് കേട്ട കൃഷിക്കാരൻ പറഞ്ഞു, ആര് പറഞ്ഞു നിന്നെ കൊണ്ട് എനിക്ക് ഉപകാരമില്ലെന്ന്? നീ ഈ വഴിയിലേക്കൊന്ന് നോക്കിക്കേ. എത്രമാത്രം ചെടികളും പൂക്കളും പച്ചക്കറികളുമാണ് ഇവിടെ വളർന്നു നിൽക്കുന്നത്. നിന്റെ വിള്ളലിൽ കൂടെ പാഴായി പോകുന്ന വെള്ളം എല്ലാം ഈ ചെടികളിലേക്ക് വീണാണ് ഇതെല്ലാം ഇത്രത്തോളം വളർന്നത്. അതുകൊണ്ട് നീയാണ് എനിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത്. ഇത് കേട്ടപ്പോൾ ആ പൊട്ടിയ കുടത്തിന് വളരെ സന്തോഷമായി. ഇതെല്ലാം കേട്ട പൊട്ടാത്ത കുടം നാണിച്ച് തലകുനിച്ചു. പൊട്ടിയ കുടത്തോട് ക്ഷമ ചോദിച്ചു. ഇതിന്റെ ഗുണപാഠമാണ്, മറ്റുള്ളവരുടെ കുറവുകൾ കണ്ട് നാം ഒരിക്കലും അവരെ കളിയാക്കാൻ പാടില്ല. നമ്മൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നാം ദുഃഖിതരാവാനും പാടില്ല. എല്ലാ കുറവുകളും നന്മയാക്കി തീർക്കാൻ ദൈവത്തിന് സാധിക്കും.